ഇനി കൊല്ലത്തേക്ക് പോകുമ്പോൾ ലിജോ റോളൻസ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഈദ് മുബാറക്. ലിജോ, കൊല്ലത്ത് എവിടെയാണുള്ളത്? എവിടെയാണ് ഈദ്ഗാഹ് നടക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? ജിൽസി, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം കർബല ഗ്രൗണ്ടിലാണ്. എല്ലാ വർഷവും കൃത്യമായി കർബല ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ് നമസ്കാരം നടക്കും. ഇന്നിപ്പോൾ ഈദ് നമസ്കാരം, അതായത് അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷം അതിൻ്റെ മുഖ്യ സന്ദേശം നൽകുന്നത് ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് മെമ്പറായിട്ടുള്ള അബ്ദുൾ ഷുക്കൂർ മൗലവിയാണ് അതിൻ്റെ മുഖ്യ സന്ദേശം നൽകുന്നത്. ഒരു മാസം നീണ്ടുനിന്ന കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളുടെ അവസാനം കുറിച്ചുകൊണ്ട് ഇപ്പോൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിനെ വിശ്വാസികളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി വരവേൽക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാ ഒരുക്കും കാര്യം രാവിലെ 7:15 ആരംഭിക്കുന്നത്. പക്ഷേ 7 മണിയോടുകൂടെ തന്നെ എല്ലാ ആളുകളും അതായത് വിശ്വാസികളെല്ലാവരും തന്നെ ഇവിടേക്ക് ഒരുമിച്ച് എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ പ്രായവ്യത്യാസമില്ല, മറ്റ് യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ ചെറിയ പെരുന്നാളിനെ ഒറ്റക്കെട്ടായി വരവേൽക്കുന്നു. അവരുടേതായിട്ടുള്ള ആ ഒരവസ്ഥയിൽ നിന്നും സന്തോഷത്തോടെ പുതിയ കുപ്പായമൊക്കെ അടഞ്ഞ് ഈദ് നമസ്കാരത്തിനായിട്ട് ഇവിടെ എത്തുകയും ചെയ്തിരിക്കുകയാണ്. നിരവധി ആളുകൾ നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഈ വയ്യാത്ത ആളുകളെ പോലും ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് അവർ ആ ഒരു സന്തോഷത്തിൽ എല്ലാവരെയും ഒറ്റക്കെട്ടായി പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. ഈദ് നമസ്കാരം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപേ തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർ ഫലസ്തീൻ അനുകൂല ബാനറുമായി അല്പസമയം ഇവിടെ നിൽക്കുകയും അതിനുശേഷമാണ് അവരും ഉൾപ്പെടെയുള്ളവർ ഈ ഈദ് നമസ്കാരത്തിൽ പങ്കുചേരുകയും ചെയ്തത്. ഈ കർബലയിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത് പുരുഷന്മാർക്ക് വേണ്ടി വലിയൊരു ക്രമീകരണം ഒരുക്കുന്നതിന് സമാനമായി തന്നെ തൊട്ടടുത്തായി സ്ത്രീകൾക്ക് വേണ്ടിയും പ്രത്യേക നമസ്കാര സ്ഥലം ഉൾപ്പെടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ആദ്യഘട്ടത്തിലുള്ള ഈ ചടങ്ങുകൾക്ക് ശേഷം സന്ദേശം, അതിനുശേഷം എല്ലാവരും ഈദ് മുബാറക് ആശംസിച്ചുകൊണ്ട് പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് ഇവിടെ പിരികയാണ് ചെയ്യുന്നത്. ഒരു ആത്മനിയന്ത്രണത്തിന്റെയും ത്യാഗത്തിന്റെയും ദാനശീലത്തിന്റെയും മഹാത്മ്യം വിളിച്ചോതുന്ന ഒരു ആഘോഷമാണ് ഈദ് ഉൽ ഫിത്തർ. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക, എല്ലാവരെയും ഒരുപോലെ കരുതുക എന്നുള്ള വലിയ സന്ദേശം പകർന്നു നൽകുന്ന ഒരു ആഘോഷം കൂടെയാണ്. പട്ടിണിരഹിതവും ഒപ്പം തന്നെ ലോകം സന്തോഷത്തിലേക്ക് പോവുക എന്നുള്ളൊരു വലിയ സന്ദേശങ്ങൾ പകർന്നു നൽകുന്നു. പക്ഷേ ഇത്തവണത്തെ സന്ദേശങ്ങളിലായിക്കോട്ടെ എല്ലാം പ്രധാനമായിട്ടും ഉൾപ്പെടാൻ സാധ്യതയുള്ള വിഷയങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പലസ്തീൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങളും മാത്രവുമല്ല, നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നിറഞ്ഞു നിൽക്കുന്ന ലഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെല്ലാം തന്നെ സന്ദേശത്തിലേക്ക് നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. സന്ദേശം നൽകാൻ എത്തിയിരിക്കുന്ന ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് മെമ്പറായ അബ്ദുൾ ഷുക്കൂർ മൗലവി ആയിക്കോട്ടെ ഈ കാര്യങ്ങളിലെല്ലാം, ഈ വിഷയത്തിലെല്ലാം അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ആ സന്ദേശങ്ങൾ വിശ്വാസികളിലേക്ക് എത്തിക്കുന്നത് കൂടിയായിരിക്കും ഈ ചെറിയ പെരുന്നാൾ സന്ദേശം എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആളുകളെ, അതായത് 100 കണക്കിന് ആളുകളാണ് ഈ കർബലയിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഈദ് നമസ്കാരത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ജിൽസി. ശരി ലിജോ, കൊല്ലം കർബലയിലാണ് ഇപ്പോൾ ഈദ് നമസ്കാരത്തിന് തുടക്കമാകാനിരിക്കുന്നത്. നിരവധി വിശ്വാസികൾ കൊല്ലം കർബലയിലും എത്തിയിരിക്കുന്നു. ഈ നമസ്കാരത്തിന് വിവിധയിടങ്ങളിലായി നടക്കുന്ന നമസ്കാരത്തിന് പണ്ഡിതന്മാരും ഇമാമുമാരും ഒക്കെയാണ് നേതൃത്വം നൽകുന്നത്. നമസ്കാരത്തിന് ശേഷം പെരുന്നാൾ പ്രഭാഷണം ഉണ്ടാകും. സാധാരണഗതിയിൽ മതപരമായ ഉപദേശങ്ങളാണെങ്കിൽ ഇക്കുറി അതിനപ്പുറത്ത് സാമൂഹ്യ വിമർശനങ്ങളുമൊക്കെ ഈദ്ഗാഹിന്റെ പ്രഭാഷണത്തിൽ വിഷയമാകുമെന്നാണ് മനസ്സിലാകുന്നത്. വിവിധ സംഘടനകൾ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഫലസ്തീൻ ഗസ ഐക്യദാർഢ്യവും പ്രാർത്ഥനയും ഒക്കെ നടക്കും. വഖഫ് ബില്ലിനെതിരെ സംസാരിക്കാനും പ്രതിഷേധിക്കാനും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങൾ കൂടി ഇന്നിപ്പോൾ നമസ്കാരത്തിന് ശേഷം നടക്കുന്ന പ്രഭാഷണങ്ങളിൽ പണ്ഡിതന്മാരും ഇമാമുമാരും ഒക്കെ സംസാരിക്കുമെന്നുള്ളത് കൂടിയാണ്. എന്തായാലും പലയിടത്തും പെരുന്നാൾ നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.